പുതുതലമുറയിലെ എഴുത്തുകാരെയും കവികളെയും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ആർ.ഐ. ഷംസുദ്ദീൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് അങ്കണം. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അങ്കണം ഷംസുദ്ദീൻ സ്മൃതിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗവും പുരസ്കാര സമർപ്പണവും നടത്തിവരുന്നുണ്ട്. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന 7ാമത് അങ്കണം ഷംസുദ്ദീൻ സ്മൃതി പുരസ്കാര സമർപ്പണ ചടങ്ങിൽ കെ.വി. മോഹൻകുമാർ പുരസ്കാരദാനം നിർവഹിച്ചു. എതിർപ്പിന്റെ നേർമുന എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഷംസുവിനെ. ഷംസുവിന് ശരിയല്ല എന്ന കാര്യം ഒന്ന് തോന്നിയാൽ ഷംസു ആയാലും ശരി ഷംസു തുറന്നു പറയും. അതുകൊണ്ട് ഷംസുവിന് ഒരുപാട് പിണക്കങ്ങളും കുറച്ചൊക്കെ ചെറിയ ശത്രുതകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഷംസു ഒന്നും കാര്യമാക്കിയിരുന്നില്ല. ഷംസുവിൻ്റെ ആ വിമർശനങ്ങൾ സ്ഥായിയായിട്ട് ഷംസു മനസ്സിൽ നിലനിർത്തിയിരുന്നതുമില്ല. നാടകാചാര്യനായ C.L. ജോസിന് വിശിഷ്ട സാഹിതി പുരസ്കാരം കെ.വി. മോഹൻകുമാർ സമ്മാനിച്ചു. കവിതയ്ക്കുള്ള തൂലികശ്രീ പുരസ്കാരം കൈരളി TV ന്യൂസ് ഡയറക്ടറും കവിയുമായ N.P. ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങി. കഥയ്ക്കുള്ള തൂലികശ്രീ അവാർഡ് രാജീവ് G. ഇടവയും ഏറ്റുവാങ്ങി. V.G. തമ്പി, ജിസ ജോസ്, മാധവൻ പുറച്ചേരി, ബാബു വിളപ്പായ, N. രാജൻ, ശശിധരൻ നടുവിൽ, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ എന്നിവർക്കും വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഡോക്ടർ P. സരസ്വതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M.V. വിനീത, N. ശ്രീകുമാർ, ഡോക്ടർ V.M. മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.